ിനി ആന്റണി രാജുവിനെതിരെ ക്രിമിനൽ കുറ്റം കണ്ടെത്തുക പ്രയാസമെന്ന് ഹൈക്കോടതി. ജൂനിയർ അഭിഭാഷകന് പ്രതിക്ക് ഒരു സഹായം ചെയ്തതുകൊണ്ട് മാത്രം കുറ്റമെന്ന് പറയാനാകില്ല. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതി നിരീക്ഷണം. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന ആന്റണി രാജുവിന്റെ അപ്പീലിൽ വാദം പൂർത്തിയായി. അപ്പീലിൽ ഹൈക്കോടതി പിന്നീട് വിധി പറയും. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. മുൻ മന്ത്രി കൂടിയായ ആന്റണി രാജുവിൻ്റെ ഈ കേസ്, അതായത് ഈ തൊണ്ടിമുതൽ കൃത്രിമം കാട്ടിയെന്ന കേസിന് ആന്റണി രാജുവിനെതിരെ വിധി വരുന്നത്, പിന്നീട് MLA സ്ഥാനം ഉൾപ്പെടെ അയോഗ്യനാക്കപ്പെടുന്നത്. പക്ഷേ ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ നടത്തിയ പരാമർശം, നിരീക്ഷണം ആന്റണി രാജുവിന് അനുകൂലമാകാനുള്ള സാധ്യതയാണോ ഈ കേസിൽ? അതായത് ആന്റണി രാജുവിൻ്റെ അപ്പീലിൽ അനുകൂലമാകാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഇന്ന് ഈ കേസിൽ കോടതി വിധി പറയുക. ടോമി, കേസിൽ വാദം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വിധി പ്രസ്താവ അടക്കത്തിലേക്ക് നീങ്ങുകയാണ്. ജസ്റ്റിസ് C ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇപ്പോൾ ഈ കേസിലെ നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. വാദം കേട്ടിരിക്കുന്നു. പ്രധാനമായും തന്നെയും ഈ പ്രോസിക്യൂഷന്റെ ഒരു നിലപാടെന്ന് പറയുന്നത്, കോടതിയുടെ അനുമതിയില്ലാതെ അനധികൃതമായാണ് ഒന്നാം പ്രതിയിൽ നിന്ന് ആന്റണി രാജു തൊണ്ടി മുതൽ കൈപ്പറ്റിയതെന്നാണ് പ്രോസിക്യൂഷന്റെ തുടക്കം മുതലുള്ള ഒരു നിലപാട്. ഈ കേസിലെ പ്രധാന ഒരു നിരീക്ഷണവും അത് തന്നെയാണ്. തൊണ്ടി മുതൽ കൈമാറാൻ മജിസ്ട്രേറ്റ് കോടതിയുടെ അനുവാദം ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങൾ, ഈ സ്ഥിതിഗതികൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ തൊണ്ടി മുതൽ കൈപ്പറ്റുകയും ചെയ്തത്. ആന്റണി രാജുവിന്റെ കൈവശം ഇരുന്നപ്പോഴാണ് തൊണ്ടി മുതൽ കൃത്രിമം നടന്നത്. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നുമാണ് വഞ്ചൂർ പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ആന്റണി രാജു ഇതിൽ ഇപ്പോൾ ഈ കേസുമായി നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ മത്സരം എന്നുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ്. ആ മത്സരം എന്നത് ആന്റണി രാജുവിന്റെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. അപൂർവമായ ഒരു സാഹചര്യത്തിൽ മാത്രമേ ശിക്ഷാവിധി മരവിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും എടുത്ത ഒരു നിലപാട് എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ കോടതി പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ നിർണായകം തന്നെയാണ്. ആന്റണി രാജുവിനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുക അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം കണ്ടെത്തുക എന്നത് പ്രയാസകരമാണ് എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത്. അതിന് ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ആന്റണി രാജു കുറ്റകൃത്യം ചെയ്യാനുള്ള ഉദ്ദേശം എന്താണെന്ന് കോടതി തന്നെ ചോദിക്കുന്നു. ഒരു ജൂനിയർ അഭിഭാഷകൻ പ്രതിക്ക് ഒരു സഹായം ചെയ്തു എന്നത് മാത്രം കൊണ്ട് കുറ്റമെന്ന് പറയാനാകില്ല എന്നതാണ് കോടതിയുടെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം. ഒപ്പം ആന്റണി രാജുവിന് പ്രതിയോട് പ്രത്യേക താല്പര്യമുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. ജൂനിയർ അഭിഭാഷകനായിരുന്നു എന്ന് ആന്റണി രാജു. ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജുവും പ്രതിയും തമ്മിലുള്ള പരിചയം എന്താണ് എന്നതിൽ വ്യക്തതയില്ല എന്ന് പറയുന്നു. സീനിയർ അഭിഭാഷകന്റെ കക്ഷിയാണ് മയക്കുമരുന്ന് കേസിലെ പ്രതി. അതേ ഓഫീസിലെ തന്നെ ജൂനിയർ അഭിഭാഷകനാണ് ആന്റണി രാജു എന്നത്. അപ്പോൾ സീനിയർ അഭിഭാഷകൻ അറിയാതെയാണോ ജൂനിയർ അഭിഭാഷകനെ ആന്റണി രാജു പ്രതിക്ക് സഹായം ചെയ്തത് എന്നതും കോടതി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കോടതിയുടെ ചോദ്യങ്ങൾ ഈ കേസിൽ ശ്രദ്ധേയം തന്നെയാണ്. അത് ഇനിയിപ്പോൾ വിധി പ്രസ്താവം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരേണ്ടതുമുണ്ട്. ആന്റണി രാജു ഇക്കാര്യത്തിൽ പ്രധാനമായും വാദമുഖങ്ങൾ ഉന്നയിച്ചത്, ഇതിൽ തൊണ്ടി മുതൽ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിനാണ് ഉത്തരവാദിത്വം എന്നാണ് ആന്റണി രാജു പ്രധാനമായിട്ടും തന്നെ പറഞ്ഞിരിക്കുന്നത്. ആര് എപ്പോൾ എവിടെ വെച്ചാണ് ഈ തൊണ്ടി മുതലിൽ മാറ്റം വരുത്തിയതെന്ന് പറയാനാവില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ മൊഴി എന്നതും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയതെന്ന് അറിയില്ല എന്ന് ആന്റണി രാജു കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൽ ഒരു സീനിയർ ആയാലും ജൂനിയർ ആയാലും ഒപ്പിട്ട് വാങ്ങിയത് എന്തൊക്കെയെന്ന് അറിയണമെന്നതും ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടന്നിരിക്കുന്നു. ഈ കാര്യങ്ങൾ പ്രധാനമായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹൈക്കോടതി കേസിൽ വിധി പറയുമ്പോൾ അത് ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവി പോലും അത് ബാധിക്കുന്നതായിരിക്കും. അനുകൂലമല്ലെങ്കിൽ, കോടതിയിൽ നിന്നുള്ള നടപടി അനുകൂലമല്ലെങ്കിൽ ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ഒരുപക്ഷെ അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങും.